11 മാസത്തെ പ്രാർത്ഥനയ്ക്കും പരിശീലനത്തിനും ശേഷം 21-ാം വയസ്സിൽ ആദ്യമായി ദിവ്യകാരുണ്യം സ്വീകരിച്ച് പോൾ ഗനൂച്ചി. ജീവിതത്തിൽ ആദ്യമായി പോൾ ഗനൂച്ചി ഭക്ഷിച്ച ഖരരൂപത്തിലുള്ള ഭക്ഷണം ദിവ്യകാരുണ്യമായിരുന്നു എന്നതും ശ്രദ്ധേയം. ന്യൂനൻ സിൻഡ്രം എന്ന അപൂർവ രോഗം ബാധിച്ചതിനെ തുടർന്ന് ജനിച്ചിട്ട് ഇന്നേവരെ പോൾ ഗനൂച്ചിക്ക് ഖരരൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ല. ന്യൂനൻ സിൻഡ്രം എന്ന ജനിതരോഗത്തോടെയാണ് പോൾ ഗനൂച്ചി ജനിക്കുന്നത്. ഇന്നവന് പ്രായം 21. പക്ഷേ ഈ 21 വയസ്സിനിടയ്ക്ക് ഒരിക്കൽ പോലും പോൾ ഗനൂച്ചി ഖരരൂപത്തിലുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല. പ്രസ്തുത രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്ന രോഗികൾ ശരീരത്തിന്റെ വളർച്ച സംബന്ധിച്ച വിവിധ പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. പോൾ ഗനൂച്ചിക്ക് വളർച്ചാ പ്രശ്നങ്ങൾ കൂടാതെ ഹൃദയസംബന്ധവും ഉദരസംബന്ധവുമായ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ജനിച്ച് 3-ാം മാസം തന്നെ പോൾ ഗനൂച്ചിക്ക് ദ്രാവകരൂപത്തിലുള്ള ഭക്ഷണം നൽകുന്നതിനായി ഫീഡിംഗ് ട്യൂബ് ഉപയോഗിക്കാൻ തുടങ്ങി. തുടർന്ന് 6-ാം മാസത്തിൽ ഹൃദയ ശസ്ത്രക്രിയയും 1 വയസ്സിനു ശേഷം ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കും പോൾ ഗനൂച്ചി വിധേയനായി. പോൾ ഗനൂച്ചിയുടെ മാതാപിതാക്കൾ റോബ് അനീറ്റ ദമ്പതികൾ അടിയുറച്ച ക്രൈസ്തവ വിശ്വാസികൾ ആയിരുന്നു. അതുകൊണ്ടുതന്നെ മിക്ക ദിവസങ്ങളിൽ അവർ ദേവാലയത്തിൽ പോകുമ്പോൾ പോൾ ഗനൂച്ചിയെയും കൂടെ കൂട്ടുമായിരുന്നു. ദിവ്യകാരുണ്യം സ്വീകരിക്കണമെന്ന് പോൾ ഗനൂച്ചിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഖരരൂപത്തിലുള്ള ഭക്ഷണം ഇതുവരെ കഴിക്കാൻ സാധിക്കാത്ത പോൾ ഗനൂച്ചി എങ്ങനെ ദിവ്യകാരുണ്യം ഉൾക്കൊള്ളും എന്നത് ചോദ്യചിഹ്നമായി നിലനിന്നു. ഒടുവിൽ പോൾ ഗനൂച്ചിയെ ചെറുപ്പം മുതൽ അറിയാവുന്ന മിന്നസോട്ട ദുലജ് സെന്റ് ജെയിംസ് ഇടവക വികാരി ഫാദർ റിച്ചാർഡ് കുനസ്റ്റ് പരീക്ഷണാർത്ഥം വാഴ്ത്താത്ത തിരുവോസ്തി റോബ് അനീറ്റ ദമ്പതികളെ ഏൽപ്പിക്കുകയും കുറച്ചായി പോൾ ഗനൂച്ചിക്ക് നൽകി പരിശീലിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആദ്യമൊക്കെ ഒരു തരി ഓസ്തി ഉൾക്കൊള്ളാൻ പോലും പോൾ ഗനൂച്ചിക്ക് സാധിച്ചിരുന്നില്ല. ദിവ്യകാരുണ്യം ഒരിക്കലെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കണം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും അവൻ ഈശോയ്ക്ക് സമർപ്പിച്ച് തന്റെ പ്രാർത്ഥനയും പരിശീലനവുമായി മുന്നോട്ടു നീങ്ങി. 11 മാസം ഓസ്തി ഘട്ടം ഘട്ടമായി ഉൾക്കൊള്ളാൻ അവൻ പരിശീലിച്ചു. ഒടുവിൽ വിശുദ്ധ കുമ്പസാരവും ശേഷം ജൂൺ 3-ന് ആദ്യമായി ദിവ്യകാരുണ്യമായ ഈശോയെയും പോൾ ഗനൂച്ചി സ്വീകരിച്ചു. തന്റെ കുമ്പസാരത്തിന്റെ മധ്യസ്ഥനായി പോൾ ഗനൂച്ചി തിരഞ്ഞെടുത്തിരുന്നത് വിശുദ്ധ പാദ്രെ പിയോയെ ആയിരുന്നു. പാദ്രെ പിയോയുടെ രൂപം പിടിച്ചുകൊണ്ട് പോൾ ഗനൂച്ചി നിൽക്കുന്ന ഫോട്ടോ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കന ന്യൂസ്.